ആരും കേട്ടാൽ കൈയടിച്ചു പോകുന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാനിലും അതിനുശേഷം കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഓരോ വീട്ടിലും ഇന്ദിരയുടെ കയ്യൊപ്പ്. 5 ജനക്ഷേമ ഗ്യാരണ്ടികളാണ് പുത്തരിക്കണ്ടം മൈതാനത്തെ സമാപന സമ്മേളനത്തിൽ, പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇത് സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങളുടെ ദൈനംദിന ചിലവ് കുറയ്ക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പെൺകുട്ടികളെ കൈപിടിച്ചാനയിക്കുന്നതിന്റെ ഭാഗമായാണ് 1000 രൂപ മാസം പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് എന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും ഇത്തരമൊരു പദ്ധതി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രഖ്യാപനം. നിലവിൽ 2300 രൂപയാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത്. 2000 രൂപ കഴിഞ്ഞ മാസമാണ് ഇടതു സർക്കാർ 2300 വർദ്ധിപ്പിച്ചത്. ഇത് തങ്ങൾ അധികാരത്തിലെത്തിയാൽ 3000 രൂപയാക്കി മാറ്റുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ CPM അധികാരത്തിൽ വന്നാൽ 2500 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആ 2500 രൂപയാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വന്നാൽ 3000 രൂപ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പ്രഖ്യാപനം കുടുംബങ്ങൾക്ക് 25 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മൺമറഞ്ഞുപോയ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയില്ലാത്ത മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പ്രഖ്യാപനം യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി യുവക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഞ്ചാമത്തേത് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ്. കേരളത്തിലെ വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, അന്തസ് എന്നിവ ഉറപ്പാക്കുന്നതിനായി ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിലെത്തിയാൽ പ്രത്യേക ഒരു വകുപ്പ് രൂപീകരിക്കുമെന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിക്കുക, എല്ലാ പൗരന്മാർക്കും സമഗ്രമായ സാമൂഹിക സുരക്ഷ ഒരുക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ കാതൽ. സാധാരണക്കാരുടെ ജീവിത നിലവാരം നേരിട്ട് മെച്ചപ്പെടുത്തുന്ന, ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. കർണാടകയിലും തെലങ്കാനയിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കയ്യടി നേടി അവിടങ്ങളിലെല്ലാം അധികാരത്തിലേറാൻ കോൺഗ്രസിനെ സഹായിച്ച ഈ വലിയ പദ്ധതികൾ കേരളത്തിലും കോൺഗ്രസിനെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പങ്കുവെക്കുന്നത്. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നടന്ന ഈ പ്രഖ്യാപനം കരഘോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ഇതിലും വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കകം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസും NDAയും LDFും എല്ലാം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ പുറത്തെടുക്കും. ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ ഇത്തവണ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ആദ്യ ചുവടാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മറ്റ് 2 മുന്നണികളും, അത് NDA ആയാലും ശരി, LDF ആയാലും ശരി, ഇതിനെ കടത്തിവെട്ടുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനമായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടത്ത് ആയിരങ്ങൾ പങ്കെടുത്ത സമാപന സമ്മേളനത്തിൽ, പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രഖ്യാപനം കരഘോഷത്തോടുകൂടി കേരളം ഏറ്റെടുക്കുമ്പോൾ ഇടത് മുന്നണിയുടെയും അതോടൊപ്പം തന്നെ NDAയുടെയും പ്രഖ്യാപനം ഇനി എന്തായിരിക്കുമെന്നതിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്.